ഇനി നമ്മളിവിടെ പഠിക്കുന്ന ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ് കേട്ടോ. ബയോമോളിക്യൂൾസിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഓർഗാനിസത്തിൻ്റെ കോമ്പോസിഷൻ, അതായത് എല്ലാ ഓർഗാനിസത്തിൻ്റെ ബോഡി എന്തുകൊണ്ട് കമ്പോസ് ചെയ്തതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതേപോലെ കുറച്ച് അഡീഷണൽ ആയിട്ട് എൻസൈംസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് കേട്ടോ. സോ നമ്മളൊരു നമുക്കറിയാം വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. എല്ലാ ഓർഗാനിസത്തിൻ്റെ ബോഡി എലമെൻ്റൽ കോമ്പോസിഷൻ എടുത്താൽ ഒരേപോലെ തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എർത്ത് ക്രസ്റ്റ് എടുത്ത് നോക്കിയാൽ, അതായത് നമ്മളൊരു കുറച്ച് സോയിലോ അല്ലെങ്കിൽ ഒരു പാറയുടെ കഷ്ണം പൊടിച്ചിട്ട് നമ്മൾ അതിൻ്റെ എലമെൻ്റൽ കോമ്പോസിഷൻ എടുത്ത് നോക്കിയാലും സെയിം തന്നെയായിരിക്കും കാണാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസത്തിലെ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ ഒക്കെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു ലിവിങ് ഓർഗാനിസത്തിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വി ക്യാൻ ടേക്ക് എ ടിഷ്യൂ ആൻഡ് വി ക്യാൻ ഗ്രൈൻഡ് ഇറ്റ് ഇൻ എ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ മോർട്ടാറും പെസലും വെച്ചിട്ട് നമ്മളതിനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഒരു ചീസ് ക്ലോത്ത് വഴിയോ അല്ലെങ്കിൽ കോട്ടൺ വഴിയോ സ്ട്രെയിൻ ചെയ്തെടുക്കാം, അതായത് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രാക്ഷൻ കിട്ടും. ഒന്ന് ഫിൽട്രേറ്റ് ആയിരിക്കും. ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ആസിഡ് സോലുബിൾ പൂളാണ്, അതായത് നമുക്ക് കിട്ടുന്ന അരിപ്പേ കൂടെ അരിച്ച് കിട്ടുന്ന വെള്ളം. അതേപോലെ അതർ വൺ ഇറ്റ് വിൽ ബി റീറ്റൻറ്റേറ്റ്. റീറ്റൻറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസോലുബിൾ ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ആസിഡ് സോലുബിൾ പൂളിലും ആസിഡ് ഇൻസോലുബിൾ പൂളിലും നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സ് കിട്ടും. അതിനകത്ത് ആസിഡ് സോലുബിൾ കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് തൗസൻഡ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. അതേപോലെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഓരോ മോളിക്യൂളിനെ നമുക്ക് അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബൈ സെവറൽ അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് നമ്മൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുക കുറേ എക്സ്ട്രാക്ഷൻ പ്രൊസീജിയറും അനലിറ്റിക്കൽ മെത്തേഡും വെച്ചിട്ട് നമുക്ക് ഓരോ കോമ്പൗണ്ടിനെയും അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ മോളിക്കുലർ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ what all molecules we are getting in the filtrate as well as in the retentate, we can call it as biomolecules or organic compound which is present in the living organism. ഇവിടെ ബയോമോളിക്യൂൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് റീറ്റൻറ്റേറ്റിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ അരിപ്പേ കൂടെ അരിച്ച് പോവാത്ത ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതായത് ആസിഡ് ഇൻസോലുബിൾ പൂളിൽ, അത് സാധാരണ വലിയ വലിയ മോളിക്യൂൾസ് ആയിരിക്കും. ആസിഡിൽ അരിച്ച് കിട്ടുന്ന ആസിഡ് സോലുബിൾ പൂളിൽ കിട്ടുന്ന നമുക്ക് ചെറിയ മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, അതിന് നമുക്ക് ബയോ മൈക്രോ മോളിക്യൂളിനും ബയോ മൈക്രോ മോളിക്യൂളിനും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എലമെൻ്റൽ കോമ്പോസിഷനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എർത്ത് ക്രിസ്റ്റലും അതുപോലെ ഹ്യൂമൻ ബോഡിയിലെ എലമെൻ്റൽ കോമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ എർത്ത് ക്രിസ്റ്റൽ 0.14, 0.5 ഇൻ ഹ്യൂമൻ ബോഡി. ഞാനത് വായിക്കുന്നില്ല, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന അതേപോലെ തന്നെ നമ്മളൊന്ന് നോക്കിയാൽ മതി. സോ ഹിയർ വി ക്യാൻ സേ ഹൈഡ്രജൻ ഒരുപാട് കൂടുതൽ ഹ്യൂമൻ ബോഡിയിലുണ്ട്, കാർബൺ കൂടുതലാണ് ഹ്യൂമൻ ബോഡിയിൽ, ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്, നൈട്രജൻ്റെ അളവ് കൂടുതലാണ്, സൾഫർ കൂടുതലാണ്. പക്ഷേ സോഡിയം മുതൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഡിയം കൂടുതൽ എർത്ത് ക്രസ്റ്റിലാണ്, കാൽഷ്യം കൂടുതൽ എർത്ത് ക്രസ്റ്റിലാണ്, മഗ്നീഷ്യം എർത്ത് ക്രസ്റ്റിലാണ് കൂടുതൽ. അതുപോലെ സിലിക്കോൺ വന്നിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ എലമെൻ്റൽ കോമ്പോസിഷനിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ നമ്മൾ പറഞ്ഞു ദ ഓർഗാനിക് കോമ്പൗണ്ട് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ ഗ്രൈൻഡിങ് ഇൻ ട്രൈക്ലോറാസെറ്റിക് ആസിഡ്. പക്ഷേ അതിനകത്ത് ദർ ആർ സം ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഓൾസോ റൈറ്റ്. ഈ ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രക്ഷൻ പ്രൊസീജിയർ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ടിഷ്യൂ എടുത്ത് അത് ഫുള്ളായിട്ട് ബേൺ ചെയ്ത് അത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡ്രൈ വെയിറ്റ് എടുക്കണം. അതായത് കംപ്ലീറ്റ് അതിൻ്റെ വാട്ടർ പാർട്ടിക്കിൾ റിമൂവ് ചെയ്ത് ഇവാപറേറ്റ് ചെയ്ത് കളയണം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സീ ദ ഡ്രൈ വെയിറ്റ് ഓഫ് ഇറ്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ബേൺ ദാറ്റ് ദ കാർബൺ കോമ്പൗണ്ട് വിൽ ബി ഓക്സിഡൈസ്ഡ്. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്. അപ്പോൾ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഇവാപറേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് കിട്ടുന്ന കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ പൊട്ടാഷ്യം, സോഡിയം, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം കാർബണേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇതൊക്കെ നമുക്ക് ഈ ആസിഡ് ഇൻസോലുബിൾ പൂളിലും കിട്ടും കേട്ടോ. സോ ദീസ് ഓൾ തിങ്സ് ക്യാൻ ബി അനലൈസ്ഡ് ഫ്രം ബോത്ത് ദീസ് എക്സ്പെരിമെൻറ്റ്. ഒന്ന് ആഷിൽ നിന്നും അതുപോലെ ഒന്ന് നമുക്ക് ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു കെമിസ്ട്രി പേഴ്സൺ ഇതിനെ നോക്കിയാൽ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ ഇതിനകത്ത് സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന മോളിക്യൂൾസിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൽഡിഹൈഡെന്നും കീറ്റോണെന്നും അരോമാറ്റിക് കോമ്പൗണ്ടെന്നും ഒക്കെ ആയിരിക്കും. പക്ഷേ ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. ഇനി നമ്മൾ ഈ ഓരോ മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വി വിൽ സി അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ an organic compound which contain an amino group and acidic group, it is
attached with an alpha carbon, and it also will be having some side chain. So here the structure it will be like this. One carbon will be there. This is an alpha carbon, and it will be attached with one hydrogen, and it will be attached with one R group, and it will be attached with one carboxylic group, and it is attached with one amino group. ഇതാണ് ഒരു അമിനോ ആസിഡിൻ്റെ കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ആർ ഗ്രൂപ്പ് വേരി ചെയ്യുന്നതനുസരിച്ച് അമിനോ ആസിഡ് പലതരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആർ ഗ്രൂപ്പ് വേരി ചെയ്യുന്നതനുസരിച്ച് പലതരത്തിലുള്ള അമിനോ ആസിഡ് നമുക്ക് കാണാൻ കഴിയും. അമിനോ ആസിഡിൻ്റെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്ന ഈ അമിനോ ഗ്രൂപ്പാണ് കേട്ടോ. അമിനോ ആസിഡിൻ്റെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്ന അമിനോ ഗ്രൂപ്പാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഈ ആർ ഗ്രൂപ്പിൻ്റെ ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്ലൈസിൻ. ഇനി പ്രോലിൻ, ഹൈഡ്രോക്സി പ്രോലിൻ എന്നൊക്കെ പറയുന്നത് ഇമ്യൂണോ ആസിഡിൽ വരുന്നതാണ്. പ്രോലിനും ഹൈഡ്രോക്സി പ്രോലിനും ഇമ്യൂണോ ആസിഡിൽ വരുന്നതാണ്. കാരണം അതിന് NH2 അല്ല, അതിന് പകരം NH ആണ് അതിൻ്റെ അമിനോ ഗ്രൂപ്പായിട്ട് വരുന്നത്. അത് ഇമ്യൂണോ ഗ്രൂപ്പാണ്, അമിനോ ഗ്രൂപ്പ് അല്ല. അതേപോലെ ചില അമിനോ ആസിഡിന് ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയും. അതായത് അവർക്ക് ചാർജ് ഇല്ലാത്ത അമിനോ ആസിഡാണ് ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആർ ഗ്രൂപ്പ് വന്നിട്ട് നോൺ പോളാർ ആയിരിക്കും. ആർ ഗ്രൂപ്പിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ അമിനോ ആസിഡിൻ്റെ എക്സാമ്പിളാണ് അലനിൻ, അതുപോലെ ഗ്ലൈസിൻ, വാലിൻ, ലൂസിൻ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹിയർ വി ക്യാൻ സി ദ നോൺ പോളാർ അമിനോ ആസിഡ് ഓർ ന്യൂട്രൽ അമിനോ ആസിഡ് എക്സാമ്പിൾസ് ആർ ഗ്ലൈസിൻ, അലിനിൻ, വാലിൻ, ലൂസിൻ. അതേപോലെ അസിഡിക് അമിനോ ആസിഡ് ഉണ്ടാവും. അതായത് കാർബോക്സിലിക് ഗ്രൂപ്പ് കൂടുതലായിട്ട്, അതായത് ആർ സൈഡ് ചെയിനിൽ കാർബോക്സിലിക് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസിഡിക് അമിനോ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. അതേപോലെ ബേസിക് അമിനോ ആസിഡ് ഉണ്ടാവും. അതായത് NH2 ഗ്രൂപ്പ് കൂടുതലായിട്ടുള്ള അമിനോ ആസിഡിനെയാണ് നമ്മൾ ബേസിക് അമിനോ ആസിഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് ആർജിനൈൻ, ലൈസിൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കഹോളിക് അമിനോ ആസിഡ് ഉണ്ട്. CH2OH, അതായത് ഒരു ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് CH2നോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ആർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൽക്കഹോളിക് അമിനോ ആസിഡ് എന്നാ പറയാം. ദാറ്റ് ഈസ് സെറിൻ ആൻഡ് ത്രിയോനിൻ. അതേപോലെ അരോമാറ്റിക് അമിനോ ആസിഡ് ഉണ്ട്. അതായത് അതിന്റെ ആർ ഗ്രൂപ്പ് വന്നിട്ട് ഒരു ബെൻസീൻ റിംഗ് ആയിരിക്കും. ഫിനൈലാലനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ദീസ് ആർ അരോമാറ്റിക് അമിനോ ആസിഡ്. ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ് ഉണ്ട്. പലതരത്തിലുള്ള റിംഗ് ഒരു ആർ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്യുന്നതിനാണ് ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹിസ്റ്റഡിൻ, പ്രോലിൻ ഒക്കെ. ഓക്കെ, അതേപോലെ എല്ലാ അമിനോ ആസിഡും ലീവോ റൊട്ടേറ്ററി ആയിരിക്കും എക്സെപ്റ്റ് വൺ അമിനോ ആസിഡ്, ദാറ്റ് ഈസ് ഗ്ലൈസിൻ ഡെക്സ്ട്രാ റൊട്ടേറ്ററി ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 അമിനോ ആസിഡ് ആണ് പ്രോട്ടീനിൽ കാണാറുള്ളത്. ദ ഇമ്പോർട്ടൻറ്റ് 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ഇറ്റ് ഇൻക്ലൂഡ് അലനിൻ, arginine, asparagine, aspartic acid, cysteine, glutamine, glutamic acid, glycine, histidine, isoleucine, leucine, lysine, methionine, phenylalanine, proline, serine, threonine, tryptophan, thyrosin, വാലിൻ. ഇതാണ് 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്. ഇത് സാധാരണ പ്രോട്ടീനിൽ കാണുന്ന അമിനോ ആസിഡ് ആണ്. ഇനി പ്രോട്ടീനിൽ കാണാത്ത ചില അമിനോ ആസിഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോട്ടീനിൽ കാണാത്ത അമിനോ ആസിഡിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓർണിത്തൈൻ, സിട്രുലിൻ, അതേപോലെ തന്നെ ഡൈ അമിനോ പൈമീലിക് ആസിഡ്. ഓർണിത്തൈനും സിട്രുലിനും ഒക്കെ ഓർണിത്തൈൻ സൈക്കിളിൽ കാണുന്ന കേട്ടോ. ഓർണിത്തൈൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂറിയ സൈക്കിളിനാണ് ഓർണിത്തൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ കാണുന്നതാണ് ഓർണിത്തൈനും സിട്രുലിനും. അതുപോലെ ഡൈ അമിനോ പൈമീലിക് ആസിഡ് കാണുന്നത് സൈനോബാക്ടീരിയയിൽ കാണുന്ന ഒരു കമ്പോണന്റ് ആണ് ഡൈഅമിനോ പൈമേലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആർ ഗ്രൂപ്പിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് അമിനോ ആസിഡിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓരോന്നിനും എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതേപോലെ നമ്മൾ ഒരു അമിനോ ആസിഡിന്റെ അടുത്ത് ഒരു സൊല്യൂഷനിലിട്ട് ആ സൊല്യൂഷന്റെ pH അനുസരിച്ച് ഈ അമിനോ ആസിഡിന്റെ അയോണിക് ഗ്രൂപ്പ് വന്നിട്ട് അയോണൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സി ഹിയർ NH2 ആൻഡ് COOH group it is. This NH2 group it can be ionized in the form of NH3 and COOH can be ionized in the form of COO minus. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ ഫസ്റ്റ് അമിനോ ആസിഡിൽ NH3 മാത്രം അയോണൈസ് ചെയ്താണ് കാണുന്നത് അല്ലേ. NH2 മാത്രം അയോണൈസ് ചെയ്ത് NH3 പ്ലസ് ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ദിസ് അമിനോ ആസിഡ് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ചാർജ്. ഇനി ഓക്കെ, സെക്കൻഡ് അമിനോ ആസിഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും അയോണൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടും അയോണൈസ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ COOHന് നെഗറ്റീവ് ചാർജ് വന്ന് COO മൈനസ് ആയി, NH2 NH3 ആയി ഒരു പോസിറ്റീവ് ചാർജ് ആയി. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ pH എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും അയോണൈസ് ചെയ്തിട്ട് നെറ്റ് ചാർജ് വന്ന് 0 ആയിട്ട് മാറും. ഇത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആയി കഴിയുമ്പോൾ എന്തായി, അതിൻ്റെ ചാർജ് 0 ആയി അല്ലേ. ദാറ്റ് ഫോം ഈസ് കോൾഡ് ആസ് സ്വിറ്റർ അയോണിക് ഫോം. അതിനെയാണ് സ്വിറ്റർ അയോണിക് ഫോം എന്ന് പറയുന്നത്. ഇനി ഒരു
കാർബോക്സിലിക് ഗ്രൂപ്പ് മാത്രമാണ് അയണൈസ് ചെയ്യുന്നത് ഇതുപോലെയാണെങ്കിൽ ദിസ് അമിനോ ആസിഡ് വിൽ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് ആയിരിക്കും. ഈ സ്വിറ്റർ അയോണിക് ഫോമിലെ അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ എപ്പോഴാണോ അത് അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു സ്റ്റേജിന് നമ്മൾ പറയുന്ന ആ ഒരു pHന് നമ്മൾ പറയുന്ന ഐസോ ഇലക്ട്രിക് പോയിന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അമിനോ ആസിഡ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോട്ടീൻ എന്നാണ് പറയുക. അപ്പോൾ ആ പർട്ടിക്കുലർ പ്രോട്ടീനിന്റെ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്നാണ് നമ്മൾ സ്വിറ്റർ അയോണിക് ഫോമിൽ അറ്റൈൻ ചെയ്യുന്നത്. സ്വിറ്റർ അയോണിക് ഫോം അറ്റൈൻ ചെയ്യുന്ന പർട്ടിക്കുലർ pH നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മൾ അമിനോ ആസിഡിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് ദേ ആർ ജനറലി ഈ വാട്ടർ ഇൻസോലിബിൾ മോളിക്യൂളാണ്, വാട്ടറിൽ സോലിബിളൈസ് ചെയ്യാത്ത മോളിക്യൂളാണ്. ലിപ്പിഡ്സ് സിമ്പിൾ ഫാറ്റി ആസിഡിനെ നമുക്ക് ലിപ്പിഡ് എന്ന് പറയാം. അതുപോലെ തന്നെ സിമ്പിൾ ഗ്ലിസറോളിനെ നമുക്ക് ലിപ്പിഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കമ്പൈൻ ചെയ്താലും നമ്മൾ ലിപ്പിഡ് എന്ന് തന്നെ പറയാം. സാധാരണ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് a carboxylic group with side chain R group. അതായത് ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ് വിത്ത് സൈഡ് ചെയിൻ ആർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ ഫാറ്റി ആസിഡ് എന്ന് പറയാം. ഇവിടെ കാർബോക്സിലിക് ഗ്രൂപ്പിനോട് CH2 മൾട്ടിപ്പിൾ ടൈംസിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ഒരു ഫാറ്റി ആസിഡ് ആയിട്ട് മാറുന്നത്. അതിനകത്ത് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കാം ചിലപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്, ചിലപ്പോൾ ഈഥൈൽ ഗ്രൂപ്പ് ആയിരിക്കാം, ചിലപ്പോൾ 1 മുതൽ 19 കാർബൺ ആറ്റം വരെ കണ്ടെയ്ൻ ചെയ്യുന്ന CH2 ഗ്രൂപ്പും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഹിയർ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാറ്റി ആസിഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് നമുക്ക് ഫാറ്റി ആസിഡിനെ പൊതുവെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഫാറ്റി ആസിഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു CH2 till COOH അങ്ങനെയാണ് വരിക. അപ്പോൾ അതിനകത്ത് ആ CH2 അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നാൽ അതിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നും, അതിനകത്ത് അതിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നും പറയാം. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ മോണോ അൺസാച്ചുറേറ്റഡ് എന്നും, 2 ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ ഡൈ അൺസാച്ചുറേറ്റഡ് എന്നും, 3 ഡബിൾ ബോണ്ട് ആണെങ്കിൽ ട്രൈ അൺസാച്ചുറേറ്റഡ് എന്നും അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് എന്നും ഒക്കെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഒരു ഡബിൾ ബോണ്ടും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നാ പറയാം. സാധാരണ നമ്മുടെ ബോഡിയിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ സിന്തസൈസ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫാറ്റി ആസിഡും ആ ഫാറ്റി ആസിഡിൽ എത്ര കാർബൺ ഉണ്ടെന്നും അതേപോലെ അതിനെത്ര അൺസാച്ചുറേഷൻ ഉണ്ടെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ important ആണ്, നോട്ട് ചെയ്തോളാം കേട്ടോ. സോ ഹിയർ ദ ഫസ്റ്റ് ഫാറ്റി ആസിഡ് വിച്ച് വാസ് ഗിവൻ ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് പാൽമിറ്റിക് ആസിഡ്. പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഈ പാൽമിറ്റിക് ആസിഡ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ദർ ഈസ് നോ ഡബിൾ ബോണ്ട് പ്രസന്റ് ഇൻ ദിസ്. ഇവിടെ നമ്മൾ പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഫോർമുല കൊടുത്തേക്കണുണ്ട് CH3 CH2 14 ടൈംസ് ആൻഡ് COOH. അതാണ് അതിൻ്റെ ഫോർമുല കൊടുത്തേക്കുന്നത്. അതായത് COOH കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ 16 കാർബൺ ആറ്റം ഉള്ളത്. നൗ വി ആർ സീയിങ് സം മോർ എക്സാമ്പിൾ ആസ് അരാക്കിഡോണിക് ആസിഡ്. അരാക്കിഡോണിക് ആസിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20 കാർബൺ കണ്ടെയ്നിങ് 4 ഡബിൾ ബോൺസ് ഉള്ള ഒരു ഫാറ്റി ആസിഡാണ് അരാക്കിഡോണിക് ആസിഡ്. അരാക്കിഡോണിക് ആസിഡിൽ 20 കാർബൺ ആറ്റവും അതുപോലെ 4 ഡബിൾ ബോണ്ടും ഉണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ലിനോലെനിക് ആസിഡ്. ലിനോലെനിക് ആസിഡ് എന്ന് പറയുന്നത് 18 കാർബൺ ആറ്റം ഉള്ള 3 ഡബിൾ ബോണ്ട് ഉള്ള അല്ലെങ്കിൽ 3 അൺസാച്ചുറേഷൻ ഉള്ള ഫാറ്റി ആസിഡ് ആണ് ലിനോലെനിക് ആസിഡ്. ഓക്കെ, 18 കാർബൺ വിത്ത് 3 അൺസാച്ചുറേഷൻ. പിന്നെ അടുത്ത് സ്റ്റിയറിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ് ദാറ്റ് ഈസ് വിത്ത് 18 കാർബൺ ആറ്റം ആൻഡ് ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സ്റ്റിയറിക് ആസിഡും പാൽമിറ്റിക് ആസിഡും ഒക്കെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് കേട്ടോ. Now next one is oleic acid. Oleic acid, it is 18 carbon with a single unsaturation. Oleic acid എന്ന് പറയുന്നത് 18 carbon with a single unsaturation. Linoleic acid, that is 18 carbon with a double unsaturation. Which is more unsaturated fatty acid, linoleic acid or linolenic acid? It is linolenic acid. Okay, linoleic acid and linolenic acid both are essential amino acid, and more essential or more important here it is linolenic because it has 3 unsaturation. ഇത് ഓർത്തിരുന്നോളാം കേട്ടോ. Now we said the simple glycerol also can act as a lipid എന്ന് പറഞ്ഞു. അതായത് ചുമ്മാ ഗ്ലിസറോൾ മോളിക്യൂളിന് എന്തായിട്ട് ലിപ്പിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഗ്ലിസറോൾ മോളിക്യൂളിനെ നമ്മൾ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്നും പറയും. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ, ഇവിടെ അതിൻ്റെ ഫോർമുലയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് പറയും സിമ്പിൾ ഗ്ലിസറോൾ മോളിക്യൂൾ. Now we can see
this fatty acid and glycerol, when it is joined together, it will form monoglyceride, diglyceride, triglyceride എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. മോണോഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫാറ്റി ആസിഡ് ഗ്ലിസറോളിനോട് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്. ഡൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന രണ്ട് ഫാറ്റി ആസിഡ് ഗ്ലിസറോളിനോട് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ 3 ഫാറ്റി ആസിഡ് ഗ്ലിസറോളിനോട് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്. ട്രൈഗ്ലിസറൈഡ് ആണ് പെർഫെക്റ്റ് ലിപ്പിഡ് എന്ന് പറയുന്ന ട്രൈഗ്ലിസറൈഡ് ആണ്. ഇനി ലിപ്പിഡ് നമുക്ക് കോമ്പൗണ്ട് ലിപ്പിഡെന്നും കോൺജുഗേറ്റഡ് ലിപ്പിഡെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കോമ്പൗണ്ട് ലിപ്പിഡെന്നും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ലിപ്പിഡെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കോൺജുഗേറ്റഡ് ലിപ്പിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ലിപ്പിഡ് തന്നെയാണ് കേട്ടോ. അതിനൊരു കോമ്പൗണ്ട് ലിപ്പിഡ് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ലിപ്പിഡിന് ഒരു എക്സാമ്പിൾ ആണ് ഫോസ്ഫോലിപ്പിഡ്. കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഫോസ്ഫോലിപ്പിഡ്. ഹിയർ വി ക്യാൻ സീ the first carbon atom, it has been attached with one fatty acid. Second carbon atom also has been attached with one fatty acid, and third carbon atom it has attached with a phosphate group. This is nothing but phospholipid. ഇത് phospholipid ആണ്. phospholipid എവിടെയാ കാണുക? സെൽ മെംബ്രെയിനിൽ കാണുന്ന സ്ട്രക്ചർ ആണ് അല്ലേ. ഈ ഫോസ്ഫോലിപ്പിഡിന് പറയുന്ന വേറൊരു പേരാണ് ലെസിത്തിൻ. ഫോസ്ഫോലിപ്പിഡിന് പറയുന്ന വേറൊരു പേരാണ് ലെസിത്തിൻ. So here by giving this structure they used to ask what is this. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നോളണം. ട്രൈഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ ഏകദേശം എങ്ങനെ വരച്ചൊന്നും പഠിക്കണ്ട. നിങ്ങൾ കണ്ടാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇതിനാണ് നമ്മൾ കോൺജുഗേറ്റഡ് ലിപ്പിഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വേറൊരു ലിപ്പിഡ് മോളിക്യൂളാണ് സ്പിഞ്ചോ ലിപ്പിഡ് എന്ന് പറയുന്നത്. സ്പിഞ്ചോ ലിപ്പിഡ് നമ്മൾ സ്പിഞ്ചോ മൈലിൻ എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ ലിപ്പിഡ് കണ്ടന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ന്യൂറോണിന്റെ ആക്സോണിലൊക്കെ കാണുന്നതാണ് മൈലിൻ പ്രോട്ടീൻ. ആ മൈലിൻ പ്രോട്ടീനിൽ ശരിക്കും പറഞ്ഞാൽ സ്പിഞ്ചോമയോസിനാണ്. ഓക്കെ, സ്പിഞ്ചോമയോസിൻ അല്ല, സ്പിഞ്ചോമൈലിൻ ആണത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ കോൺജുഗേറ്റഡ് ലിപ്പിഡ് ഓർ കോമ്പൗണ്ട് ലിപ്പിഡ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് അവർ കൊളസ്ട്രോളിന്റെ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊളസ്ട്രോൾ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ലിപ്പിഡ്. കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ലിപ്പിഡ് ആണ്. അതിന് എക്സാമ്പിൾ സ്റ്റിറോൺസ് ഒരു ഡിറൈവ്ഡ് ലിപ്പിഡ് ആണ്. അതായത് കൊളസ്ട്രോൾ ഡെറിവേറ്റീവ് ആണത്. അതായത് ലിപ്പിഡ് ഡെറിവേറ്റീവ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കൊളസ്ട്രോൾ കൊണ്ടാണ് ഈ സ്റ്റിറോൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എക്ഡൈസൺ ഹോർമോൺ ഫോർ ഇൻസെക്ട്, അതായത് അവരുടെ മോൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറയുന്ന കൊളസ്ട്രോൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. നൗ we can see the next category as the fat and oil. ഫാറ്റും ഓയിലിനും നമുക്ക് ഡിവൈഡ് ചെയ്യാം ലിപ്പിഡിനെ. എന്താണ് ഫാറ്റ് ആൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ? ഫാറ്റിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും, അതായത് റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും കാണുക. പക്ഷേ ഓയിൽ അങ്ങനെയല്ല, അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കുറവായിരിക്കും, അത് ലിക്വിഡ് സ്റ്റേജിൽ തന്നെയായിരിക്കും ഇതിൽ റൂം ടെമ്പറേച്ചറിൽ കാണാൻ കഴിയാം. ഓക്കെ, നൗ വി വിൽ സീ ദ ടൈപ്പ് ഓഫ് ലിപ്പിഡ് ആസ് വാക്സ്. വാക്സ് ഒരു ലിപ്പിഡ് വെറൈറ്റി ആണ് കേട്ടോ. അതൊരു മോണോഗ്ലിസറൈഡ് ആണ്. ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. wax of this insect that is made with what? ഇൻസെക്റ്റിന്റെ ഇൻസെക്റ്റിന്റെ അല്ല, ബീ വാക്സ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ബീ വാക്സ്, ഇൻസെക്ട് വാക്സ് എന്നല്ല, ബീ വാക്സ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അത് ഹെക്സാകോസൈൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹെക്സാകോസൈൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വാക്സസ് എന്ന് പറയുന്ന മോണോഗ്ലിസറൈഡ് ആണ്. ഒരു ഫാറ്റി ആസിഡ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. വാക്സസ് ഹൈഡ്രോളിസിസ് പ്രോസസ്സിന് ഒരുപാട് റെസിസ്റ്റൻസ് കാണിക്കുന്നതാണ്, പ്രൊട്ടക്റ്റീവ് നേച്ചർ, അതുകൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്റ്റീവ് നേച്ചർ ഉണ്ട്. ബീ വാക്സ് ഉണ്ടാക്കിയേക്കുന്ന ഹെക്സാകോസൈൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കൊണ്ടാണ്. അതുപോലെ ലീവ്സിന്റെയും സ്റ്റെമ്മിന്റെയും ഒക്കെ സർഫസിലുള്ള വാക്സ് എന്ന് പറയുന്ന കാർണോബ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ സ്പെർമാസെറ്റി എന്ന് പറയുന്ന ഒരു വാക്സ് ആണ്. അത് സ്പേം വെയിലിന്റെ ഡോൾഫിന്റെയും ഒക്കെ തലയിൽ കാണുന്ന ഒരുതരം വാക്സ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോയൻസി. നമ്മളത് യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും ഒരുതരം സ്പെർമാസെറ്റി ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സ്പേം വെയിൽ, ഡോൾഫിൻ, ആൻഡ് ഇറ്റ് ഈസ് used in them for buoyancy, and we are collecting that for making the cosmetics. അതുപോലെ നമ്മുടെ ഇയറിൽ വാക്സ് ഉണ്ട്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെറുമൻ അല്ലെങ്കിൽ ഇയർ വാക്സ് എന്ന് പറയും. ഓക്കെ, so this is
Okay, some more features of fat I'll just explain. That is, fat is made with carbon, hydrogen, oxygen. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൊണ്ടാണ് ഫാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് ഓക്സിജന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതുപോലെ ലിപ്പിഡ്, ഇറ്റ് ഈസ് നോട്ട് സോലുബിൾ ഇൻ വാട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിപ്പിഡ് സൊലുബിലൈസ് ചെയ്യുന്ന എന്തിനകത്തായിരിക്കും? ഇറ്റ് ഈസ് സൊലുബിലൈസ്ഡ് ഇൻസൈഡ് സർട്ടൻ ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് അസറ്റോൺ, ക്ലോറോഫോം, ബെൻസിൻ, ഹോട്ട് ആൽക്കഹോൾ, ഈതർ എക്സെട്ര. അവിടെ അതിലൊക്കെയാണ് അത് സൊലുബിലൈസ് ആവുക. അതേപോലെ ലിപ്പിഡ് സ്റ്റോർ ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലം മതി, ബിക്കോസ് ദേ ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. ആനിമൽസ് ഒക്കെ ലിപ്പിഡ് ഫോമിലാണ് സാധാരണ മാക്സിമം ഫുഡും സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ മെറ്റാബോളിക് റിയാക്ഷൻ കഴിഞ്ഞിട്ട്, അതായത് ഓക്സിഡേഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനേക്കൊക്കെ ഒരുപാട് കൂടുതൽ ബൈ പ്രോഡക്റ്റ് വാട്ടർ ഉണ്ടാക്കുന്നത് ഫാറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ലിപ്പിഡ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് the living organism, it has a number of carbon compound with a heterocyclic ring. ഓക്കെ, അത് സാധാരണ കാണുന്നത് ന്യൂക്ലിയോടൈഡിലാണ്. ന്യൂക്ലിക് ആസിഡ് ഉണ്ടല്ലോ, DNA, RNA, അതിൻ്റെയൊക്കെ സിംഗിൾ യൂണിറ്റ് ആണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് റിംഗ് നമുക്ക് കാണാൻ കഴിയുക. ന്യൂക്ലിയോടൈഡ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെ കൊണ്ടാണ്? നൈട്രജൻ ബേസസും പെൻറ്റോ ഷുഗറും അതുപോലെ ഫോസ്ഫോറിക് ആസിഡും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത്, അതായത് മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസസും അതുപോലെ തന്നെ പെൻറ്റോ ഷുഗറും അതേപോലെ ഫോസ്ഫോറിക് ആസിഡുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൈട്രജൻ ബേസസിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. പ്യൂരിൻ എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. പിരിമിഡിൻ എന്ന് പറയുന്നത് സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് കേട്ടോ. ഇതൊരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്, ഇതൊരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. ഈ പ്യൂരിൻസിന് എക്സാമ്പിൾ രണ്ടെണ്ണം ഉണ്ട്, അഡിനിനും ഗ്വാനിനും. പ്യൂരിൻസിന് എക്സാമ്പിൾ അഡിനിൻ ആൻഡ് ഗ്വാനിൻ ആണ്. ഇതിന് ഓരോന്നിനെയും നമ്മൾ നമ്പറിങ് ചെയ്താൽ 1, 2, 3, 4, 5, 6 അതേപോലെ 7, 8, 9 ഇങ്ങനെയാണ് നമ്മൾ അതിനെ നമ്പറിങ് ചെയ്യുക. അതേപോലെ ഗ്വാനിനും ഉണ്ട്, അഡിനിൻ ആൻഡ് ഗ്വാനിൻ. അതേപോലെ പിരിമിഡിൻസ് നമ്മൾ കാണുക യുറാസിൽ, തൈമിൻ, സൈറ്റോസിൻ എന്നാണ്. യുറാസിൽ, തൈമിൻ, സൈറ്റോസിൻ. ഇനി അതിൻ്റെ നമ്പറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 ഇതാണ് യുറാസിലിൻ്റെ നമ്പറിങ് വന്നിട്ട് കേട്ടോ. സോ യുറാസിൽ പിരിമിഡിൻ്റെ നമ്പറിങ്. പിരിമിഡിന് ഒരു എക്സാമ്പിളാണ് യുറാസിൽ എന്ന് പറയുന്നത്. യുറാസിൽ, തൈമിൻ, സൈറ്റോസിൻ. ഇതിനകത്ത് യുറാസിൽ റൈബോ ന്യൂക്ലിക് ആസിഡിൽ മാത്രം കാണുന്നതാണ്. തൈമിൻ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിൽ മാത്രം കാണുന്ന സ്ട്രക്ചറാണ് കേട്ടോ. സോ ഹിയർ വി ക്യാൻ സി ദിസ് നൈട്രജൻ ബേസസ് വെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ പെൻറ്റോ ഷുഗർ. പെൻറ്റോ ഷുഗർ രണ്ട് തരത്തിലുണ്ട്. പെൻറ്റോ ഷുഗർ രണ്ട് തരത്തിലുള്ളത്, ഒന്ന് ഡിയോക്സി റൈബോ ഷുഗറും ഒന്ന് റൈബോ ഷുഗറുമാണ്. ഡിയോക്സി റൈബോ ഷുഗർ ഇവിടെ കൊടുത്തിട്ടുള്ള റൈബോ ഷുഗറാണ് കേട്ടോ. ഈ കൊടുത്തേക്കുന്ന റൈബോ ഷുഗറാണ്. ഈ കൊടുത്തിരിക്കുന്ന റൈബോ ഷുഗറാണ്. ഇതൊക്കെ റൈബോ ഷുഗറാണ്. റൈബോ ഷുഗറും ഡിയോക്സി റൈബോ ഷുഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ഡിയോക്സി റൈബോ ഷുഗറിന് ഇതിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് കാർബൺ ആറ്റം വിൽ ബി ഹിയർ. ഇതിനകത്ത് ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് റൈബോ ഷുഗർ ആയിരിക്കും. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം നമുക്ക് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഡിവോയിഡ് ഓഫ് ഓക്സിജൻ അറ്റ് സെക്കൻഡ് കാർബൺ ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? ഡിയോക്സി റൈബോ ഷുഗർ എന്നാ പറയാ. ഇതിന് ഈ സെക്കൻഡ് പൊസിഷനിൽ ഹൈഡ്രജൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നെങ്കിൽ അതിന് ഡിയോക്സി റൈബോ ഷുഗർ എന്ന് പറയാം. അപ്പം നമ്മൾ ആ പെൻറ്റോ ഷുഗർ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് റൈബോ ഷുഗറും ഒന്ന് ഡിയോക്സി റൈബോ ഷുഗറും. ഇതൊരു ഈ ഒരു സ്ട്രക്ചർ മാത്രം കേട്ടോ. ഇത് നോക്കട്ടെ, ഇത് ഓക്കെ, ഇത്രയും ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റൈബോ ഷുഗറാണ്. അതേപോലെ ഇതൊരു റൈബോ ഷുഗറാണ്. അതേപോലെ ഇത്രയും ഭാഗം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു റൈബോ ഷുഗറാണ്. ഇവിടെ ഡിയോക്സി റൈബോ ഷുഗറിന്റെ പടം കൊടുത്തിട്ടില്ല, അതാണ് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചത് കേട്ടോ. So here this nitrogen base can be attached with the first carbon atom of the pentose sugar. Nitrogen base first carbon atom of the pentose sugar il attach cheya, then it will form the nucleoside. അതായത് നൈട്രജൻ ബേസും റൈബോ ഷുഗർ അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗറും കൂടി കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോസൈഡ് എന്ന് പറയാം. ഇനി ആ ന്യൂക്ലിയോസൈഡ് ഒരു ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് ഒരു ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, സോ ഹിയർ ന്യൂക്ലിയോടൈഡ് ആണ് DNA അതുപോലെ RNA ഒക്കെ ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് ആണ് DNA
RNA യുടെ ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. സോ ഹിയർ ഇഫ് വി സീ ദ പ്യൂരിൻ ബേസസ് ആസ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ. അഡിനിൻ റൈബോ ഷുഗറുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അഡിനോസിൻ ഉണ്ടാവും. ഡിയോക്സി റൈബോ ഷുഗറുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഡിയോക്സി അഡിനോസിൻ ഉണ്ടാവും. അതേപോലെ അഡിനോസിൻ ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അഡിനൈലിക് ആസിഡ് ഉണ്ടാവും. ഡിയോക്സി അഡിനോസിൻ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഡിയോക്സി അഡിനൈലിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, ഇനി ആ സെയിം സ്ഥാനത്ത് ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനിൻ വെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ റൈബോ ഷുഗർ ഇറ്റ് വിൽ ഫോം ഗ്വാനോസിൻ. ഇഫ് ദിസ് ഗ്വാനിൻ അറ്റാച്ച് അഡിനിൻ അല്ല ഗ്വാനിൻ വെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ ഡിയോക്സി റൈബോ sugar that is called as deoxy guanosin. If the guanosin it is attached with the phosphoric acid that is called as guanylic acid. If deoxyguanosin attached with the phosphoric acid that is called as deoxyguanylic acid. ഓക്കെ, ഇനി പിരിമിഡിന്റെ കേസ് ഒന്ന് നോക്കിക്കേ. ഇഫ് തൈമിൻ ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ റൈബോ ഷുഗർ ദാറ്റ് ഈസ് കോൾഡ് ആസ് തൈമിഡിൻ. ഇഫ് തൈമിൻ ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ ഡിയോക്സി റൈബോ ഷുഗർ ദാറ്റ് ഈസ് ഡിയോക്സി തൈമിഡിൻ. ഇഫ് തൈമിഡിൻ ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ ഫോസ്ഫോറിക് ആസിഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ തൈമിഡിലിക് ആസിഡ്. ഇഫ് ഡിയോക്സി തൈമിഡിൻ ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ ഫോസ്ഫോറിക് ആസിഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിയോക്സി തൈമിഡിലിക് ആസിഡ്. അതേപോലെ if it is cytosine if it is attached with a ribose sugar that is called as cytidine. If cytosine, okay, ഞാൻ ആദ്യം പറഞ്ഞ തൈമിൻ അല്ലേ, തൈമിൻ ഇറ്റ് വിൽ നോട്ട് ബി പ്രസന്റ് ഇൻ RNA. ഓക്കെ, എനിക്ക് അവിടെ ഒരു തെറ്റ് പറ്റിയതാ. തൈമിൻ RNAയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൈമിഡിൻ എന്നൊരു ടേം അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തൈമിൻ വെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ഡിയോക്സി റൈബോ ഷുഗർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം റൈബോ ഷുഗറിൽ തൈമിൻ അറ്റാച്ച് ചെയ്യില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് DNA. So here we can say thymine when it is attached with the deoxyribose sugar it will form deoxythymidine. Deoxythymidine when it is attached with the phosphoric acid we can say deoxythymidilic acid. അവിടെ thymidilic acid എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. തൈമിഡിൻ എന്ന് മാത്രം പറയുമ്പോഴും നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്ന DNA യുടെ കമ്പോണന്റ് ആണെന്നാണ്. പക്ഷെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും നമ്മൾ deoxythymidine and deoxythymidilic acid എന്ന് പറയുന്നത്. അങ്ങനെ തിരുത്തി പറയാനുള്ള കാരണം thymine it is not present in DNA. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ we will see uracil. Uracil is present only in RNA. It is not present in DNA. So here we can say uracil when it is attached with the ribose sugar that is called as uridine, and this uridine when it is attached with a phosphoric acid that is called as uridylic acid. Okay, ഇത് മനസ്സിലായല്ലോ. ഈ യൂറിഡിലിക് ആസിഡ്, അഡിനിലിക് ആസിഡ്, അതേപോലെ തൈമിഡിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം. ഈ ന്യൂക്ലിയോടൈഡ് ആണ് ഓരോ DNA RNA സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ യൂണിറ്റ് ഓഫ് DNA ആൻഡ് RNA ദാറ്റ് ഈസ് ദ ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, we will see primary and secondary metabolite. Okay, എന്താണ് primary metabolite, എന്താണ് secondary metabolite? See here, biomolecules ഏതൊക്കെയാണെന്ന് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം thousands of organic compounds will be present in a living organism. അതത്ര വളരെ ചെറിയ കോമ്പൗണ്ട്സ് മുതൽ വളരെ വലിയ കോമ്പൗണ്ട്സ് വരെ ഉണ്ടാവും. അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ കണ്ടുപിടിക്കുക, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസ് കണ്ടുപിടിക്കുക, അതൊക്കെയാണ് നമ്മളിവിടെ ബയോളജിക്കൽ ഫീൽഡിൽ ചെയ്യുന്നത്. ആൻഡ് അത് നമുക്ക് കഴിയുമെങ്കിൽ അതിനെ ഇൻവിട്രോ കണ്ടീഷനിൽ സിന്തസൈസ് ചെയ്യുന്നതാണ്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ആനിമൽ ടിഷ്യൂ അതുപോലെ തന്നെ ഓർഗാനിസംസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ നോട്ടീസ് സർട്ടൺ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദം ദാറ്റ് ഈസ് ഡയറക്ട്ലി ടേക്കിംഗ് പാർട്ട് ഇൻ ദ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ കാണുന്ന ഷുഗർ, അമിനോ ആസിഡ്സ്. ഷുഗർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു തരത്തിലുള്ള ഷുഗർ മാത്രമേ പഠിച്ചുള്ളൂ. ഡിയോക്സി റൈബോ ഷുഗർ മാത്രമേ അവിടെ പഠിച്ചുള്ളൂ, പെൻറ്റോ ഷുഗർ മാത്രമേ അവിടെ പഠിച്ചുള്ളൂ അല്ലേ. അതല്ലാതെ പലതരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ ഉണ്ട് കേട്ടോ. മോണോസാക്രൈഡിന് നമ്മൾ ഷുഗറിന് ജനറലി നമ്മൾ മോണോസാക്രൈഡ് എന്ന് പറയാം. മോണോസാക്രൈഡ് ആൽഡോസ് ഗ്രൂപ്പ് ഉണ്ടാവും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും, കീറ്റോ ഗ്രൂപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ ഷുഗറിന് നമ്മൾ ആൽഡിഹൈഡ് ഷുഗറിനും കീറ്റോ ഷുഗറിനും അല്ലെങ്കിൽ ആൽഡോ ഷുഗറിനും കീറ്റോ ഷുഗറിനും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ ആൽഡോ ഷുഗറും കീറ്റോ ഷുഗറും എത്ര കാർബണാറ്റം ഉണ്ടെന്നനുസരിച്ച് വീണ്ടും നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ട്രയോസസ്, ടെട്രോസസ്, പെൻറ്റോസസ്, ഹെക്സോസസ്, ഹെപ്റ്റോസസ് എന്ന് കേട്ടോ. ട്രയോസസ് എന്ന് പറയുന്നത് 3 കാർബൺ ഉള്ളത്, ടെട്രോസസ് 4 കാർബൺ, പെൻറ്റോസസ് 5 കാർബൺ, ഹെക്സോസസ് 6 കാർബൺ ഉള്ളത്, ഹെപ്റ്റോസസ് 7 കാർബൺ ഉള്ളതാണ്. അതേപോലെ ട്രയോസസ് ആൽഡോ ഷുഗറിന് ഒരു എക്സാമ്പിൾ ആണ് ഗ്ലിസറാൽഡിഹൈഡ്. ട്രയോസസ് കീറ്റോ ഷുഗറിന് ഒരു എക്സാമ്പിൾ ആണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ.
അതേപോലെ ടെട്രോസിസ് ആൽഡോ ഷുഗറിന് ഒരു എക്സാമ്പിളാണ് എറിത്രോസും ത്രിയോസും ഒക്കെ. അതേപോലെ ടെട്രോസ് കീറ്റോ ഷുഗറിന് എക്സാമ്പിളാണ് എറിത്രുലോസ് എന്ന് പറയുന്നത്. പെൻറ്റോസ് ആൽഡോ ഷുഗറിന് എക്സാമ്പിളാണ് റൈബോസും ഡിയോക്സി റൈബോസും. പെൻറ്റോസ് കീറ്റോ ഷുഗറിന് എക്സാമ്പിളാണ് റിബുലോസ്. അതേപോലെ ഹെക്സോസ് ആൽഡോ ഷുഗറിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഗലാക്ടോസ്, മാനോസ് എന്നൊക്കെ പറയുന്നത്. ഹെക്സോസ് കീറ്റോ ഷുഗറിന് എക്സാമ്പിളാണ് ഫ്രക്ടോസ്. അതേപോലെ ഹെപ്റ്റോസ് ആൽഡോ ഷുഗർ, അതായത് 7 കാർബൺ കണ്ടെയ്നിങ് ആൽഡോ ഷുഗറിന് എക്സാമ്പിളാണ് ഗ്ലൈക്കോ ഹെപ്റ്റോസ്, HEPTOSC. ഓക്കെ, ഗാലക്ടോ ഹെപ്റ്റോസ്. അതേപോലെ കീറ്റോ ഷുഗർ, ഹെപ്റ്റോസ് കീറ്റോ ഷുഗറിന് എക്സാമ്പിളാണ് സിഡോ ഹെപ്റ്റുലോസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ ഹെപ്റ്റുലോസ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി കാർബൺ ആറ്റംസ് ഇൻ ദിസ് എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു പോർഷൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ദർ ആർ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് വിച്ച് ഇസ് ടേക്കിംഗ് പാർട്ട് ഡയറക്ട്ലി ഇൻ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. അതിന് നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ് എന്നാണ് പറയാം. പ്രൈമറി മെറ്റബോളൈറ്റിൽ വരുന്നതാണെങ്കിൽ അമിനോ ആസിഡും ഷുഗറും അതുപോലെ ന്യൂക്ലിയോടൈഡ്സും അതുപോലെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോളൊക്കെ. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്ന ചില കോമ്പൗണ്ട്സ് നമുക്ക് കാണാൻ കഴിയും. അത് സാധാരണ പ്ലാന്റ്സിലും ഫംഗസിലും മൈക്രോ ഓർഗാനിസത്തിലും അതായത് ബാക്ടീരിയയിലൊക്കെയാണ് കാണാറ്. ആനിമൽസിൻ്റെ കേസിൽ സാധാരണ കാണാറില്ല. ദാറ്റ് ഇൻക്ലൂഡ് സർട്ടൻ ആൽക്കലോയിഡ്, ഫ്ലേവനോയിഡ്, റബ്ബർ, എസെൻഷ്യൽ ഓയിൽ, ആൻറ്റിബോഡീസ്, കളേർഡ് പിഗ്മെന്റ്, സെന്റ്, ഗം, സ്പൈസസ്. ഇതൊക്കെയാണ് സെക്കൻഡറി പിഗ്മെന്റ്സ് എന്ന് പറയാം, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. സെക്കൻഡറി മെറ്റബോളൈറ്റ് സാധാരണ ഡയറക്റ്റ് ആയിട്ട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ ടേക്ക് പാർട്ട് ചെയ്യാറില്ല. എന്നിരുത്തി അതിനൊരു ഫംഗ്ഷനും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ദേ വിൽ ബി ഹാവിങ് സം അഡീഷണൽ ഫംഗ്ഷൻസ് ആസ് ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ എന്താ പറയുക, മോസ്റ്റ്ലി ദി സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്. നമ്മളാണ് സാധാരണ അവരുടെ സെക്കൻഡറി മെറ്റബോളൈറ്റിനെ യൂസ് ചെയ്യുക. സെക്കൻഡറി മെറ്റബോളൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കിവിടെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചോളണം. ഓക്കെ, സോ ഹിയർ സം പിഗ്മെന്റ്സ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്, സം പിഗ്മെന്റ്സ് ആർ കരോട്ടിനോയിഡ് ആൻഡ് ആന്തോസയനിൻ. ആന്തോസയനിനൊക്കെയാണ് ഈ പെറ്റൽസിനും അതുപോലെ ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുന്നത്. ആൽക്കലോയിഡ്സ് ആർ മോർഫിൻ, കോഡിൻ, അതുപോലെ നിക്കോട്ടീൻ. ഇതൊക്കെ ആൽക്കലോയിഡ്സിന് എക്സാമ്പിളാണ് കേട്ടോ. അതുപോലെ ടർപ്പിനോയിഡിൻ്റെ എക്സാമ്പിളാണ് മോണോ ടർപ്പിൻ, ഡൈ ടർപ്പിൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ എസെൻഷ്യൽ ഓയിൽസിന് എക്സാമ്പിളാണ് ലെമൺ ഗ്രാസ് ഓയിൽ, നമ്മൾ ഇഞ്ചിപ്പുൽ തൈലം എന്നൊക്കെ പറയില്ലേ, അതെ. ഇനി ടോക്സിൻസ് എന്ന് പറയുന്ന എബ്രിൻ, റൈസിൻ, ഇതൊക്കെ ടോക്സിൻസ് ആണ്. ടോക്സിൻസ് എബ്രിൻ എന്തിനകത്തുനിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഈ കുന്നിക്കുരു എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? റോസറി പീ എന്നാ പറയാ, റോസറി പീ എന്നാണ് അതിന് പറയാം. കുന്നിക്കുരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ പരിപ്പ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടാക്കും. അതൊരു ടോക്സിക് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. എബ്രിൻ ഈസ് ദ ടോക്സിക് കണ്ടന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ റോസറി പീ, ദാറ്റ് ഈസ് എ ടോക്സിൻ വിച്ച് ഈസ് പ്രസന്റ് ഇൻ സം പ്ലാന്റ്സ്. റൈസിൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ കാസ്റ്റർ സീഡ്. കാസ്റ്റർ സീഡിൽ കാണുന്നതാണ് റൈസിൻ എന്ന് പറയുന്ന ടോക്സിൻ. അത് പ്രോട്ടീൻ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി നമ്മൾ ലെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ലെക്റ്റിൻ സാധാരണ കാർബോഹൈഡ്രേറ്റിനെ ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില കാർബോഹൈഡ്രേറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ബയോളജിക്കൽ റെക്കഗ്നേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ ലെക്റ്റിൻ എന്ന് പറയുന്നത്. ലെക്റ്റിൻ ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് കോൺകാനാവാലിൻ എ. കോൺകാനാവാലിൻ എ, ഈ കോൺകാനാവാലിൻ എ ഐസൊലേറ്റ് ചെയ്യുന്നത് ജാക്ബീനി എന്നാണ് കോൺകാനാവാലിൻ എ ഐസൊലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡ്രഗ്സിന് എക്സാമ്പിളാണ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ എക്സെട്ര. വിൻബ്ലാസ്റ്റിൻ എന്നൊക്കെ പറയുന്നത് ഐസൊലേറ്റ് ചെയ്യുന്ന വിൻബ്ലാസ്റ്റിൻ പ്ലാന്റ് എന്ന് പറയും, അതല്ലെങ്കിൽ കാത്തറാന്തസ് പ്ലാന്റ് എന്നാ പറയാം. വിൻബ്ലാസ്റ്റിൻ പ്ലാന്റ് അല്ലെങ്കിൽ കാത്തറാന്തസ് പ്ലാന്റ്. ഈ വിൻബ്ലാസ്റ്റിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആന്റി ക്യാൻസറസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് ക്യാൻസറിന് അഗേൻസ്റ്റ് ആയിട്ട്. കുർക്കുമിൻ, ടർമറിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഡ്രഗാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് അൾസീമേഴ്സ്, ക്യാൻസർ, ഹാർട്ട് ഡിസീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി പോളിമറിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന റബ്ബർ, ഗം, സെല്ലുലോസ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആയിട്ട് പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആണ് ഈ പറയുന്ന മോളിക്യൂൾസ്. Now we are going to see what is biomicromolecule and what is biomacromolecule. നമ്മൾ പറഞ്ഞു ഒരു ടിഷ്യൂവിനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഫിൽട്രേറ്റും റീറ്റൻറ്റേറ്റും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിൽട്രേറ്റിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 1000 ഡാൽട്ടൻ്റെ താഴെയായിരിക്കും. പക്ഷേ ആ റീറ്റൻറ്റേറ്റിൽ കിട്ടുന്ന മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 1000 ഡാൽട്ടന് മേലെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഒരു പോളിമറാണ്. അതായത് ഈ റീറ്റൻറ്റേറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആസിഡ് ഇൻസോലുബിൾ പൂളിൽ കിട്ടുന്ന മോളിക്യൂൾസ് ഒക്കെ എന്താണ്, അത് 1000 ഡാൽട്ടൻ്റെ മേലെ ആയിരിക്കും. അതൊരു പോളിമർ ഓഫ് ദീസ് ബയോമൈക്രോമോളിക്യൂൾ ആയിരിക്കും. സാധാരണ അത് പോളിമർ ആയിരിക്കും, ബയോമൈക്രോമോളിക്യൂളിൻ്റെ പോളിമേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് നമുക്ക് ആസിഡ് സോലുബിൾ പൂളിൽ കിട്ടാത്തത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അത് പറയുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ
ലിപ്പിഡ് മോളിക്യൂൾ നമ്മൾ ബയോ മാക്രോ മോളിക്യൂളിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ പോളിമർ. ലിപ്പിഡ് മോളിക്യൂൾ ഒരിക്കലും പോളിമർ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ലിപ്പിഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൂടി കൂടിയിട്ടുള്ളൊരു കോംപ്ലക്സ് ആണ് അല്ലേ. അതിനകത്ത് നമ്മൾ പോളിമർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ്പിഡ് മോളിക്യൂൾ വേറൊരു ലിപ്പിഡ് മോളിക്യൂളുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുക, അത് ആഗ്രിഗേഷൻ ചെയ്യുക. ഈ ആഗ്രിഗേഷൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. ഒരു ഹൈഡ്രോഫോബിക് നേച്ചർ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ആഗ്രിഗേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പോളിമർ അല്ല. ബട്ട് ആസ് ഇറ്റ് ഈസ് പ്രസന്റ് ഓൾവേസ് ഇൻ ആഗ്രിഗേഷൻ ഫോം ദേ വിൽ നോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ ദ ആസിഡ് സോലുബിൾ പൂൾ. ഒരിക്കലും ആസിഡ് സോലുബിൾ പൂളിലേക്ക് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏകദേശം 10,000 ഡാൾട്ടൺ വരെ മോളിക്കുലാർ വെയിറ്റ് ഉണ്ടാവും. അത് അഗ്രിഗേഷനിൽ കാണുന്ന മോളിക്കുലാർ വെയിറ്റ്. ശരിക്കും നമ്മൾ മോളിക്കുലാർ വെയിറ്റ് എല്ലാ കോമ്പൗണ്ടിനെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഓരോ സെല്ലും ബ്രേക്ക് ഓപ്പൺ ചെയ്ത് സെല്ലിൻ്റെ സെൽ വോളും സെൽ മെമ്പറിനും ഒക്കെ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സെൽ മെമ്പറിനൊക്കെ ഇൻടാക്റ്റ് ആയിട്ടിരിക്കും. കാരണം എന്താ? അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫോ ബൈലിപ്പിഡ് ലെയർ കൊണ്ടാണ്. ലിപ്പിഡ് ഹൈഡ്രോഫോബിക് നേച്ചർ ആയതുകൊണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ലിപ്പിഡ് മോളിക്യൂളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ദ ലിപ്പിഡ് മോളിക്യൂൾ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ റീറ്റൻറ്റേറ്റ് ഓർ ഇൻ ആസിഡ് ഇൻസോലുബിൾ പൂൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബയോ മാക്രോ മോളിക്യൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബാക്കി ബയോ മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് പോളിമർ ഓഫ് അമിനോ ആസിഡ്, ഹെട്രോ പോളിമർ ഓഫ് അമിനോ ആസിഡ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോട്ടീൻ. പിന്നെ ഒരു ബയോ മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡാണ്. ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമറാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബയോ മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണ്. അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലെങ്കിൽ സാക്രൈഡ് മോണോസാക്രൈഡ് വെൻ ഇറ്റ് ജോയിൻ ടുഗദർ ഇറ്റ് വിൽ ബിക്കം ആസ് പോളിസാക്രൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് ബയോ മാക്രോ മോളിക്യൂൾ പഠിക്കാനുള്ളത്. ബയോ മൈക്രോ മോളിക്യൂൾ ഏകദേശം നമ്മൾ കവർ ചെയ്തു അല്ലേ. ഇനി നമ്മൾ ബയോ മാക്രോ മോളിക്യൂളാണ് പഠിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും ഒരു സെല്ലിനെ നമ്മൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. ഈ വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഒരു ബെസ്റ്റ് സോൾവെൻ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിലെ ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അത് ആ ഫ്ലൂയിഡ് മാട്രിക്സ് പ്രോട്ടോപ്ലാസത്തിൽ ഉള്ളത് കൊണ്ടാണ് പ്രോട്ടോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന സബ്സ്റ്റൻസസ് എല്ലാം ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ബ്രൗണിയൻ മൂവ്മെൻറ്റ്, റാൻഡം മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതും അവിടെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഈസി ആയിട്ട് നടക്കാനുള്ള കാരണം, അതേപോലെ പ്രോട്ടോപ്ലാസം ലൈവ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം. സോ ഹിയർ വെൻ വി ഓപ്പൺ ദ സെൽ വാൾ വി ക്യാൻ സീ വാട്ടർ ഇറ്റ് വിൽ ബി അറൌണ്ട് 70 to 90%, പ്രോട്ടീൻ 10 to 15%, carbohydrate 3%, lipid 2%, nucleic acid 5 to 7%, and ions are 1%. Like that we can see. Okay. Now we are going to see the first bio macromolecule, that is protein. Protein actually it is a polymer, heteropolymer of amino acid. 20 different types of amino acid കൊണ്ട് ഉണ്ടാക്കിയതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 different types of amino acids ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രോട്ടീൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടു അവർ ബോഡി ത്രൂ ദ ഡയറ്ററി പ്രോട്ടീൻ. ഡയറ്ററി പ്രോട്ടീൻ വഴിയാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ബോഡിയിൽ കുറേ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് പറയാം. ഈ പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അമിനോ ആസിഡിന് വേണ്ടിയിട്ടാണ്. ഈ അമിനോ ആസിഡ് നമ്മൾ കഴിക്കും. നമ്മുടെ ഡയറ്ററി പ്രോട്ടീനിൽ കിട്ടുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അതേപോലെ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ് ഉണ്ട്, അതിന് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അമിനോ ആസിഡ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ് 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ എണ്ണം നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് ആണ്. അതിന് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും, അത് സപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്, അതായത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് പറയാം. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ഗെറ്റ് ത്രൂ അവർ ഡയറ്റ് വഴി തന്നെ കിട്ടണം. എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ ലിസ്റ്റ് ഞാൻ പറയാം. ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെഥിയോനിൻ, ഫിനൈലാലനിൻ, ത്രിയോനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ഇത്രയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. 8 എസെൻഷ്യൽ അമിനോ ആസിഡ് ആണുള്ളത്. ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെഥിയോനിൻ, ഫിനൈലാലനിൻ, ത്രിയോനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ഇനി നമുക്ക് ചില അമിനോ ആസിഡിനെ പാർഷ്യലി നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാ പറയാം. അതിന് എക്സാമ്പിളാണ് ആർജിനൈൻ ആൻഡ് ഹിസ്റ്റഡിൻ. ആർജിനൈൻ ആൻഡ് ഹിസ്റ്റഡിൻ ഇറ്റ് ക്യാൻ ബി സിന്തസൈസ് പാർഷ്യലി ഇൻ അവർ ബോഡി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ. ഇനി പ്രോട്ടീൻസിന് നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഈ കൊടുത്തേക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതിനകത്തുനിന്ന് ഈ GLUT4 എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ്റെ പേര് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചാൽ റീസെൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ഹിയർ പ്രോട്ടീൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് കൊളാജൻ. കൊളാജൻ ആണ് ആനിമൽ വേൾഡിൽ കാണുന്ന മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആനിമൽ വേൾഡിൽ കാണുന്ന പ്രോട്ടീൻ കൊളാജൻ ആണ്. അതേപോലെ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻസൈം. ട്രിപ്സിൻ ഈസ് അനദർ എക്സാമ്പിൾ ഫോർ ഇറ്റ്. റൂബിസ്കോ എന്ന് പറയുന്ന എൻസൈം ആണ് ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എൻസൈം. റൂബിസ്കോ എന്ന് പറയുന്ന റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനൈസ് എൻസൈം ആണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ പ്ലാന്റ്സിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ്. ഓക്കെ, അതുപോലെ എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ് കേട്ടോ. ഇനി ചില ഹോർമോൺസ് പ്രോട്ടീൻ നേച്ചറുള്ള ഹോർമോൺസ് ആണ്. എക്സാമ്പിൾ ഇൻസുലിൻ. അതേപോലെ ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ്, അതായത് ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്ന ആന്റിബോഡീസ്, അതെല്ലാം പ്രോട്ടീൻസ് ആണ്. എല്ലാ പ്രോട്ടീൻസും ആന്റിബോഡീസ് ആണ്. അതേപോലെ സെൻസറി റിസപ്ഷൻ, എല്ലാ റിസപ്റ്റേഴ്സിലും ഒരു പ്രോട്ടീൻ റിസപ്റ്റർ ഉണ്ടാവും. അതിന് സ്മെൽ റിസപ്റ്റർ, ടേസ്റ്റ് റിസപ്റ്റർ, അതേപോലെ ഹോർമോൺ റിസപ്റ്റർ, ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്. അതേപോലെ ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻസ് വിൽ ബി ദർ, ദാറ്റ് ഈസ് GLUT4. ഇതാണ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഹിയർ പ്രോട്ടീൻസ് ഇറ്റ് വിൽ ബി ഹാവിംഗ് സെവറൽ ഫങ്ഷൻസ് ഇറ്റ് ഹാസ് ഗിവൻ ഇൻ ദ ടേബിൾ ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി വിതൗട്ട് ഫെയിൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് പോളിസാക്കറൈഡ് ആണ്. ഈ പ്രോട്ടീൻ്റെ സ്ട്രക്ചറൊക്കെ ഇനി വരുന്നുണ്ട്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന അതേ ഓർഡറിൽ പറയാം കേട്ടോ. അത് ക്രാഷ് ആയതുകൊണ്ട് നമ്മൾ ആ ഓർഡർ തെറ്റിച്ച് പറഞ്ഞു എന്ന് വേണ്ട ഇനി. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. സോറി, എൻ്റെ ക്യാമറ. Okay, so next one, it is polysaccharide. Polysaccharide is nothing but a polymer of glucose molecule. Polymer of glucose molecule ആണ് നമ്മൾ polysaccharide എന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, സോ ഹിയർ ഈ പോളിസാക്കറൈഡ് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോളിസാക്കറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 5 കൂടുതൽ മോണോസാക്കറൈഡ് ജോയിൻ ചെയ്യുന്നതിനെ പോളിസാക്കറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5 വരെയുള്ള ഷുഗർ മോളിക്യൂളുള്ള ഒരു കോംപ്ലക്സ് ഷുഗറിനെ നമ്മൾ പറയുന്ന ഒളിഗോസാക്കറൈഡ് എന്നാണ്. ഒളിഗോസാക്കറൈഡ് പലതരത്തിലുണ്ട്. ഡൈസാക്കറൈഡ് ഉണ്ട്, ട്രൈസാക്കറൈഡ് ഉണ്ട്, ടെട്രാസാക്കറൈഡ് ഉണ്ട്, പെൻറ്റാസാക്കറൈഡ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഡൈസാക്കറൈഡിന് എക്സാമ്പിളാണ് മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ട്രൈസാക്കറൈഡിന് എക്സാമ്പിളാണ് റാഫിനോസ്, 3 ഷുഗർ മോളിക്യൂൾ കൂടിയിട്ടുണ്ടാകുന്നതാണ്. ടെട്രാസാക്കറൈഡിന് എക്സാമ്പിളാണ് സ്റ്റാച്ചിയോസ് എന്നൊക്കെ പറയുന്ന ടെട്രാസാക്കറൈഡിന് എക്സാമ്പിളാണ്. പെൻറ്റാസാക്കറൈഡിന് എക്സാമ്പിളാണ് വെർബാക്കോസ് എന്ന് പറയുന്ന പെൻറ്റാസാക്കറൈഡിന് എക്സാമ്പിളാണ്. ഇനി പോളിസാക്കറൈഡ് നമുക്ക് നോക്കാം. പോളിസാക്കറൈഡ് ഹോമോപോളിസാക്കറൈഡും ഉണ്ട്, ഹെട്രോപോളിസാക്കറൈഡും ഉണ്ട്. ഹോമോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് പോളിസാക്കറൈഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ഹോമോപോളിസാക്കറൈഡ് എന്ന് പറയും. ഹെട്രോപോളിസാക്കറൈഡ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ടാണ് ഒരു പോളിസാക്കറൈഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ഹെട്രോപോളിസാക്കറൈഡ് എന്നാണ് പറയാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ സെല്ലുലോസ്, ദാറ്റ് ഈസ് എ ഹോമോപോളിമർ. സെല്ലുലോസ് ഒരു ഹോമോപോളിമറാണ്. സെല്ലുലോസിലെ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ്. β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ് സെല്ലുലോസിലെ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അനദർ എക്സാമ്പിൾ, ഇറ്റ് ഹാസ് ഗിവൻ സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ന് പറയുന്ന സ്റ്റോറേജ് ഗ്ലൂക്കോസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ പ്ലാന്റ്സ്. അവിടെ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്ഡ് ചെയിൻസ് ആണ് കാണുക. അപ്പോൾ ഈ അതിനകത്ത് α14ഉം α16 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഉള്ളത്. α14, α16 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇസ് പ്രസന്റ് ഇൻ ഇറ്റ്. അതുപോലെ സ്റ്റാർച്ചിന് വേറൊരു പ്രത്യേകത ഉണ്ട്, അതിന് സെക്കൻഡറി സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെൻ വി ട്രീറ്റ് ദി സ്റ്റാർച്ച് വിത്ത് അയോഡിൻ മോളിക്യൂൾ, ഈ അയോഡിനൊക്കെ അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ കമ്പാക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അറേഞ്ച് ചെയ്ത് നമ്മൾ വാഷ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുകയും സ്റ്റാർച്ചുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് ബ്ലൂ കളർ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, സ്റ്റാർച്ച് അയോഡിൻ ഇറ്റ് ഗീവ്സ് ബ്ലൂ കളർ. Okay, starch, it is a homopolysaccharide which consists of amylose and amylopectin, and that will be having α14 and α16 glycosidic linkage. Okay, in next type of polysaccharide ആണ് glycogen എന്ന് പറയുന്നത്. Glycogen is a stored form of food in animals as well as in fungus. Sorry, ഫംഗസിലും ആനിമൽസിലൊക്കെ കാണുന്ന സ്റ്റോർഡ് ഫോം ഓഫ് ഫുഡാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അവിടെയും കാണുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് α14 ആൻഡ് α16 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ
പോർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സ്ട്രക്ചർ ചോദിച്ചിട്ട് ഇതെന്താന്നൊക്കെ ചോദിക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഇനുലിൻ. ഇനുലിൻ ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ ഒരു പോളിമർ ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡാലിയ സ്റ്റാർച്ച്. ഡാലിയ സ്റ്റാർച്ച് എന്ന് പറയാനുള്ള കാരണം ഡാലിയയിൽ ഇനുലിൻ സ്റ്റോറേജ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് ഫ്രക്ടോസിന്റെ പോളിമർ ആണ്. ആൻഡ് ഹിയർ ദ ഫ്രക്ടോസ് ഇറ്റ് ഈസ് ജോയിൻ ടുഗദർ ബൈ β1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഫ്രക്ടോസ് ജോയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? β1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ് ഫ്രക്ടോസ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, so these are the different types of homopolysaccharide. Now we will see അഗാർ ഒരു ഹോമോപോളിസാക്രൈഡ് ആണ് കേട്ടോ. അഗാർ വേറൊരു ഹോമോപോളിസാക്രൈഡ് ആണ്. അത് ഗാലക്ടോസിന്റെ പോളിമർ ആണ്. അതേപോലെ ഹെട്രോപോളിസാക്രൈഡിന് എക്സാമ്പിൾ ആണ് ഹൈലൂറോണിക് ആസിഡ്. ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്ന ഹെട്രോപോളിസാക്രൈഡ് ആണ്. അത് 2 തരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹെപ്പാരിൻ ആന്റി കൊയാഗുലൻ, നമ്മുടെ ബോഡിയിൽ കാണുന്ന ആന്റി കൊയാഗുലന്റ്, അതും ഒരു ഹെട്രോപോളിസാക്രൈഡ് ആണ്. അത് പലതരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 തരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് α1,4 ഗ്ലൂക്കോസമൈൻ ആൻഡ് ഗ്ലൂക്കുറോണിക് ആസിഡ്, ഇതൊക്കെയാണ് അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോമ്പോസിഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് എന്താ? ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, എൻ അസറ്റൈൽ മിറാമിക് ആസിഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഓൾസോ ഹെട്രോപോളിസാക്രൈഡ്. അതുപോലെ ഒക്ര എന്ന് പറഞ്ഞാൽ ഈ വെണ്ടയ്ക്കയുടെ മ്യൂസിലേജിനസ് പോർഷൻ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുള്ളതും ഈ പറയുന്ന ഹെട്രോപോളിസാക്രൈഡ് കൊണ്ടാണ് കേട്ടോ. പ്ലാന്റിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. സെല്ലുലോസ് ഒരു ഹോമോപോളിസാക്രൈഡ് ആണ്. അതുപോലെ നമുക്ക് ഹോമോപോളിസാക്രൈഡ് തന്നെ ഇപ്പോൾ കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കൈറ്റിൻ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ എക്സോസ്കെലിറ്റൺ ഓഫ് ആർത്രോപോഡ്. കൈറ്റിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഹോമോപോളിസാക്രൈഡ് കൊണ്ടാണ്. ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് ആൽഫ N-acetyl glucosamine, where these molecules are linked together by β1,4 glycosidic linkage. β1,4 glycosidic linkage വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പോളിസാക്രൈഡ്. ഇനി കുറച്ച് ഡൈസാക്രൈഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. മാൾട്ടോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൂക്കോസും വെച്ചിട്ടാണ്. ഈ ഗ്ലൂക്കോസും വെച്ചിട്ടുള്ള മാൾട്ടോസിന്റെ ഇടയിൽ കാണുന്ന ബോണ്ട് എന്ന് പറയുന്നത് β1,4 glycosidic linkage ആണ്. ലാക്ടോസ് ഈസ് മെയ്ഡ് with the glucose and galactose, there also we can say β1,4 glycosidic linkage. ഇത് രണ്ടും റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് ഷുഗറിന് നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും ഫ്രീ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റെഡ്യൂസിങ് ഷുഗറും നോൺ റെഡ്യൂസിങ് ഷുഗറും. മാൾട്ടോസും ലാക്ടോസും ഒക്കെ റെഡ്യൂസിങ് ഷുഗറാണ്. അവർക്ക് ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. സൂക്രോസ് ഇറ്റ് ഈസ് ജോയിൻ ടുഗദർ ബൈ α1,2 glycosidic linkage. അതായത് സൂക്രോസ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും കൊണ്ടാണ് α1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അവർക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോ ഗ്രൂപ്പോ ഫ്രീ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് അതൊരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. സൂക്രോസ് ഇറ്റ് ഹാസ് α1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആൻഡ് ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ സ്റ്റാർച്ചിൽ നമ്മൾ പറഞ്ഞായിരുന്നു β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെയാണ് സ്റ്റാർച്ചിലും കാണുന്നത് കേട്ടോ. സ്റ്റാർച്ചിലും β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെയാണ് കാണുക. മാൾട്ടോസിലും ലാക്ടോസിലും β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെയാണ് കാണുക. Okay, so this is all about polysaccharide. Now we have to study about nucleic acid. Nucleic acid എന്ന് പറയുന്നത് the nuclear content, DNA and RNA ആണ് nucleic acid എന്ന് പറയുന്നത്. This has acidic nature because of phosphoric acid present in it. അതിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ഉണ്ട്. That is also a heteropolymer ആണ്. കാരണം എന്താ വെച്ചാൽ അവിടെ പലതരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഡിയോക്സി അഡിനിലിക് ആസിഡ്, ഡിയോക്സി സൈറ്റിഡിലിക് ആസിഡ്, ഡിയോക്സി തൈമിഡിലിക് ആസിഡ്, ഡിയോക്സി ഗ്വാനിലിക് ആസിഡ്, ഇതൊക്കെ നമ്മുടെ DNA കാണാം. അതുപോലെ RNA കാണുന്നത് അഡിനിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ് ആൻഡ് ഗ്വാനിലിക് ആസിഡ്. ഇതാണ് RNAയുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഹെട്രോപോളിമർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിക് ആസിഡ് it consists of a double helical structure. DNA it consists of a double helical structure like this. DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഇതിന്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ വന്നിട്ട് നമ്മൾ അതിന്റെ
ബാക്ക് ബോൺ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് കൊണ്ടാണ്. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഇറ്റ് ഹാസ്, ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് നൈട്രജൻ ബേസസ് പ്രൊട്രൂഡഡ് ഇൻസൈഡ് ദ ടു ചെയിൻസ്, അതായത് ടു ഹെലിക്കൽ ടേൺസ്. ആ ഹെലിക്കൽ ടേൺസിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ടായിരിക്കും എന്ത് കാണുക, ഈ പറയുന്ന ബേസസ് കാണുക. അതേപോലെ ഓരോ ഹെലിക്കൽ ടേണിലും 10 ബേസ് പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ഹെലിക്കൽ പെയറിലും 10 ബേസ് പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡിൽ ഡിയോക്സി റൈബോ ഷുഗറും റൈബോന്യൂക്ലിക് ആസിഡിൽ റൈബോ ഷുഗറാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഇതിനകത്ത് കാണുന്ന നൈട്രജൻ ബേസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. DNA-ലെയും RNA-ലെയും നൈട്രജൻ ബേസസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഫോസ്ഫോറിക് ആസിഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ഹിയർ ഓൺ ദ 5th കാർബൺ ആറ്റം ഓഫ് ദ പെൻറ്റോസ് ഷുഗർ. 5th ഷുഗറിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൽ നമുക്ക് ഫോസ്ഫോറിക് ആസിഡും അറ്റാച്ച് ചെയ്തേക്കുന്നത് കാണാം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ, ബോൺസ് വരുന്ന ആ പ്ലേസിൽ ഞാൻ പറഞ്ഞുതരട്ടെ. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നൈട്രജൻ ബേസസ് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്യൂരിൻ പിരിമിഡിനാണ് ഇത് രണ്ടുമാണ് നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതേപോലെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. സാധാരണ DNA ഇറ്റ് വിൽ ബി സീൻ ഇൻ BDNA ഫോം. ഓക്കെ, DNA സാധാരണ BDNA ഫോമിലാണ് കാണുക. BDNA എന്ന് പറയുന്നത് നാച്ചുറൽ DNA ആണ്. അതേപോലെ ദർ ആർ some other types of DNA as aDNA ഉണ്ട്, cDNA ഉണ്ട്, dDNA ഉണ്ട്, zDNA ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള DNA കൂടെ ഉണ്ട്. പല ഫോമിലുണ്ട് കേട്ടോ DNA. അതിനകത്ത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള aDNA, zDNA ആണ്. നമ്മൾ ഈ BDNA നാച്ചുറൽ ഫോം ഓഫ് DNA ആണ് സാധാരണ കാണുന്ന DNA. ഇത് റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറിലും ഒരു ടേണിൽ 10 ബേസ് പെയറും ആയിട്ടായിരിക്കും BDNA കാണുക. aDNA-യുടെ കേസിൽ നമ്മൾ നോക്കിയാൽ ഇത് റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ 11 ബേസ് പെയർസ് ഉണ്ടാവും ഒരു ടേണിൽ. ഒരു ഹെലിക്കൽ ടേണിൽ 11 ബേസ് പെയറും റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഉള്ളതാണ് aDNA എന്ന് പറയുന്നത്. ഇനി cDNA, dDNA എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. cDNA റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറിൽ 9 ബേസ് പെയേഴ്സ് ഉള്ളതാണ് cDNA എന്ന് പറയുന്നത്. dDNA റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറിൽ 8 ബേസ് പെയേഴ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം വന്നിട്ട് aDNA, BDNA, cDNA, dDNA ഈ 4 എണ്ണവും വന്നിട്ട് റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഉള്ളതാണ്. അത് BDNA-ൽ മാത്രം 10 എണ്ണം, aDNA-ൽ 11 എണ്ണം, C-ൽ 9 എണ്ണം, D-ൽ 8 എണ്ണം. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ABCD എന്നുള്ളത് 11, 10, 9, 8 എന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ zDNA എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ ടേണുള്ള ഒരേ ഒരു DNA zDNA ആണ്. zDNA ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 12 ബേസ് പെയർസ് പെർ ടേൺ. 12 ബേസ് പെയർ ആണ് ഒരു ടേണിൽ ഉണ്ടാവുക. ഇത് ഓർത്തിരുന്നോളാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നൗ വി വിൽ സീ ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ന്യൂക്ലിക് ആസിഡിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിൽ പറയുന്നുണ്ട്. ആ ബോൺസ് ഒക്കെ വരുന്നില്ലേ ഇവിടെ, നേച്ചർ ഓഫ് ബോൺ ഫോർമേഷൻ, അവിടെ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ ഫസ്റ്റ് വി വിൽ ബിഫോർ ദാറ്റ് വി വിൽ സീ ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് വെൻ ഇറ്റ് ജോയിൻ ടുഗദർ ഇറ്റ് വിൽ ബിക്കം ആസ് എ അമിനോ ആസിഡ് ചെയിൻ. ആ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് നമ്മൾ അതിന് പറയാം. ദാറ്റ് വിൽ ബി അമിനോ ആസിഡ് ഇറ്റ് ഈസ് ജോയിൻ ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് വെച്ചാണ് അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്നാ പറയാം. പ്രൈമറി സ്ട്രക്ചറിൽ നമുക്കൊരു പ്രോട്ടീനകത്ത് ഏതൊക്കെ തരത്തിലുള്ള അമിനോ ആസിഡ് ഉണ്ടെന്ന് ആ ലീനിയർ ആയിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതിനകത്ത് ഫസ്റ്റ് അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പ് ആയിരിക്കും പുറത്തേക്ക് കാണുക, കാർബോക്സിലിക് ഗ്രൂപ്പ് അകത്തേക്കായിരിക്കും കാണുക. സോ ഹിയർ വി ക്യാൻ സേ വെൻ വി ടേക്ക് എ ചെയിൻ ഓഫ് പ്രോട്ടീൻ, ചെയിൻ ഓഫ് അമിനോ ആസിഡ് ആസ് എ പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ നമ്മൾ എടുത്താൽ അതിൻ്റെ പ്രൈമറി സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഫസ്റ്റ് അമിനോ ആസിഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് അതിൻ്റെ ഫസ്റ്റ് അമിനോ ആസിഡിൻ്റെ ഫ്രീ എൻഡ് എന്ന് പറയുന്ന അമിനോ ഗ്രൂപ്പ് ആയിരിക്കും, ലാസ്റ്റ് അമിനോ ആസിഡിൻ്റെ ഫ്രീ എൻഡ് എന്ന് പറയുന്ന കാർബോക്സിലിക് ഗ്രൂപ്പ് ആയിരിക്കും. സോ ഹിയർ വി ക്യാൻ സേ വെൻ വി ടേക്ക് ദ സ്ട്രക്ചർ ഓഫ് primary structure of a protein, the left hand side it will be having an amino group and right hand side it will be having the carboxylic group. So N terminal and carboxy terminal എന്നാണ് അതിനെ represent ചെയ്യുക. Now this protein when it is in primary structure it will not do its function. അതിന്റെ ഫംഗ്ഷൻ ചെയ്യാനൊന്നും ഈ പ്രൈമറി സ്ട്രക്ചറിൽ അതിന് കഴിയില്ല. അതുകൊണ്ട് that has to attain the secondary structure, tertiary structure, sometime quaternary structure also. ഇനി സെക്കൻഡറി സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് 2 തരത്തിലാണ്. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും, ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റും ഉണ്ടാവും. കണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കണ്ട ഇതാണ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഈ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറിൽ നമ്മൾ ഒരു പ്രോട്ടീൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതേപോലെ ആണ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു അമിനോ ആസിഡ് ഇങ്ങനെ പോകുന്ന ഒരു
അമിനോ ആസിഡ് ചെയിനിൽ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഇവിടെ ഇരിക്കുന്ന അമിനോ ആസിഡ് ഇവിടെ ഇരിക്കുന്ന അമിനോ ആസിഡ് തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാമെങ്കിൽ ഇത് നേരെ വളഞ്ഞിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് അവിടെ ഒരു കർവ് ഉണ്ടാക്കുക കേട്ടോ. സോ ഹിയർ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഇറ്റ് വിൽ ബി ഫോംഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ അമിനോ ആസിഡ് വെയർ ദേ ക്യാൻ മേക്ക് ദ ഹൈഡ്രജൻ ബോണ്ട്. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ സാധാരണ കാണുന്ന കെരാറ്റിൻ ഓഫ് ഹെയറിൻ്റെ കെരാറ്റിനിൽ, അതുപോലെ ഫറിൻ്റെ കെരാറ്റിനിൽ, ക്ലോസിൻ്റെ കെരാറ്റിനിൽ, അതുപോലെ ഫെതേഴ്സിലൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ കാണാൻ കഴിയും. ഇനി ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഉണ്ടാക്കുക. അതായത് ഇങ്ങനെ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ കൊണ്ടാണ്. ഈ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ പാരലലും ആൻറ്റി പാരലലും ഉണ്ടാകും. പാരലൽ എന്ന് പറയുന്നത് ഇതേപോലെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പാരലൽ എന്ന് പറയാം. ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും അതിൻ്റെ അകത്ത് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ രണ്ട് തരത്തിലുണ്ട്. അതും ഉണ്ടാക്കിയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് തന്നെയാണ്. ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഓൾസോ വിൽ ബി ഫോംഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ സാധാരണ കാണുന്നത് ഫിബ്രോയിൻ അല്ലെങ്കിൽ സിൽക്കിലാണ് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ കാണാം. ഇനി ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ സെക്കൻഡറി സ്ട്രക്ചർ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് കുറച്ച് ക്ലഫ്റ്റ് പോലെ അല്ലെങ്കിൽ കുറച്ച് പോക്കറ്റ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടെറിഷറി സ്ട്രക്ചർ ഉണ്ടാക്കുന്ന പല ബോണ്ട്സ് കൊണ്ടാവാം. ഹൈഡ്രജൻ ബോണ്ട് ആവാം, ഡൈസൾഫൈഡ് ബോണ്ട് ആവാം. ഇത് രണ്ടും മാത്രമല്ല വേറെ കുറേ ബോണ്ട്സ് ഉണ്ട്. അതായത് അയോണിക് ബോണ്ട് കൊണ്ട് ടെറിഷറി സ്ട്രക്ചർ ഉണ്ടാക്കാം, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഹൈഡ്രോഫിലിക് ഇൻട്രാക്ഷൻ, ഡൈസൾഫൈഡ് ബോണ്ട് ഒക്കെ ആയിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഇൻ ടെറിഷറി സ്ട്രക്ചർ. പിന്നെ വാൻഡർവാൾ ഇൻട്രാക്ഷൻ, ഇതൊക്കെയാണ് ഈ ടെറിഷറി സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഒരു സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിൽ ഉണ്ടാവുന്ന പുതിയ തരം ബോണ്ട്സുകളൊക്കെ. അതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഏതാണ്? ഡൈസൾഫൈഡ് ബോണ്ടാണ്. ഡൈസൾഫൈഡ് ബോണ്ടൊക്കെ ഉണ്ടാക്കുന്നത് മെത്തിയോനിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ മെത്തിയോനിൻ്റെ സിസ്റ്റീൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ സിസ്റ്റീൻ്റെ മെത്തിയോനിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാക്കുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there we can see the polypeptide, more than one polypeptide when it is joined together it will form a quaternary structure. ഈ quaternary structure ഒക്കെ സാധാരണ കാണുന്നത് ഒരു കോംപ്ലക്സ് പ്രോട്ടീനിലെ ഹീമോഗ്ലോബിനിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനുമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രോട്ടീൻസ് ആണ് ഈ പറയുന്ന ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ക്വാട്ടർണറി സ്ട്രക്ചറിൽ നമ്മൾ നോക്കിയത് ഇവിടെ ഒരു ക്ലെഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ക്ലെഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ക്ലെഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ക്ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 4 ആൽഫ ആൻഡ് ബീറ്റ ചെയിൻ കൂടിയിട്ടാണ്. അതായത് 2 ആൽഫയും 2 ബീറ്റയും കൂടിയിട്ടാണ് ഈ പറയുന്ന ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ടെറിഷറി സ്ട്രക്ചർ അറ്റൈൻ ചെയ്താൽ മാത്രമാണ് ഒരു പ്രോട്ടീൻ ഫങ്ഷണൽ ആവുള്ളൂ. ടെറിഷറി സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാതെ ഒരിക്കലും ഒരു പ്രോട്ടീൻ ഫങ്ഷണൽ ആയിട്ട് നിൽക്കില്ല. ഓക്കെ, ഈ ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി ഡിസ്റപ്റ്റഡ് ബൈ ഹൈ എനർജി റേഡിയേഷൻ കൊടുത്തിട്ട് ഡിസ്റപ്റ്റ് ചെയ്യാം, ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഡിസ്റപ്റ്റ് ചെയ്യാം, pH കൊടുത്തിട്ട് ഡിസ്റപ്റ്റ് ചെയ്യാം, അതുപോലെ സോൾട്ട്, ഹെവി മെറ്റൽസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്തെടുക്കാം. പ്രോട്ടീനെ ഡീനേച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫേവറബിൾ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് റീനേച്ചറേഷൻ സംഭവിക്കുന്നത് കാണാം. ഓക്കെ, സോ ഹിയർ ദ ബോണ്ട്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ അമിനോ ആസിഡ് ദാറ്റ് ഈസ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് പ്രസന്റ് ഇൻ ദ മോണോമർ ഇൻ എ പോളിമർ. ഒരു പോളിമറിൽ കാണുന്ന പലതരം ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം പോളിസാക്കറൈഡ് അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് പ്രോട്ടീനാണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ച മോളിക്യൂൾ ഏതാണ്? പ്രോട്ടീനിൽ കാണുന്ന ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്ന ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അയോണിക് ബോണ്ട് ഉണ്ട്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഹൈഡ്രോഫിലിക് ഇൻട്രാക്ഷൻ, ഡൈസൾഫൈഡ് ബോണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഇതിനകത്ത് മേജർ ബോണ്ട് എന്ന് പറയുന്ന പെപ്റ്റൈഡ് ബോണ്ടാണ്. ഓരോ അമിനോ ആസിഡിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പെപ്റ്റൈഡ് ബോണ്ടാണ്. പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്ന അമിനോ കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ ഇടയിലാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത്. ഫസ്റ്റ് അമിനോ ആസിഡിന്റെ കാർബോക്സിലിക് ഗ്രൂപ്പും സെക്കൻഡ് അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുക. പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ആയി പോകുന്നു കൊണ്ട് നമുക്കത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അതുപോലെ പോളിസാക്കറൈഡ് മോളിക്യൂൾ ഉണ്ടാക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആണ് കാണുന്നത് പോളിസാക്കറൈഡ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിക് ആസിഡിൽ ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടാണ് ഉള്ളതെന്നാണ്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പുതിയതായിട്ട് ആവശ്യമില്ലാതെ വരയ്ക്കുന്നില്ല, ഞാൻ ആവശ്യത്തിന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ വരച്ചു തരാം കേട്ടോ. സോ ഹിയർ വി ക്യാൻ സേ
the double helical structure, it is running in two direction, 5 prime 3 prime direction and 3 prime 5 prime 3 prime direction in the opposite way. ഇത് ആന്റി പാരലൽ ആയിട്ടാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കാണുക. ഇത് എലൂസിഡേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് എലൂസിഡേറ്റ് ചെയ്തത്. ഇതിന്റെ ഈ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സീ ഹിയർ ദിസ് ഷുഗർ മോളിക്യൂൾ ആൻഡ് ദ ഫോസ്ഫേറ്റ് വിച്ച് ഇസ് അറ്റാച്ച്ഡ് ചെയ്യുക. ഫോസ്ഫോറിക് ആസിഡ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഷുഗറും കൂടി കൂടിയിട്ടാണ് ഇതിന്റെ എന്തുണ്ടാക്കുന്നത്? ബാക്ക് ബോൺ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ 5 പ്രൈം എൻഡ് വരാനുള്ള കാരണം ഇത് ഈ പെന്റോ ഷുഗറിന്റെ 5ാമത്തെ കാർബണാണ്. അതാണ് ഇവിടുത്തെ 5 പ്രൈം എൻഡ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് കാർബണാണ് ഇവിടെ ഫ്രീ ആയിട്ട് കാണുന്നത്. അതാണ് ഇവിടുത്തെ 3 പ്രൈം എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 3 പ്രൈം എൻഡ് വരാനുള്ള കാരണം ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഈ ഒരു ന്യൂക്ലിയോടൈഡിലെ ടൈഡും തമ്മിൽ പെയർ ചെയ്യണം. ദാറ്റ് പെയറിംഗ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ കോൺട്രാസ്റ്റിംഗ് ബേസ് പെയർസ്, അല്ലെങ്കിൽ പ്യൂരിൻ പിരിമിഡിൻ ബേസ് പെയർസ് കൊണ്ടാണ് അവിടെ പെയറിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ തൈമിനും അഡിനിനും പെയർ ചെയ്യണമെങ്കിൽ തൈമിനും അഡിനിനും ഫേസ് ടു ഫേസ് ഇരിക്കണം. ഫേസ് ടു ഫേസ് വരണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റും ഉള്ളിലേക്ക് ഫേസ് ചെയ്തിരിക്കണം അല്ലേ? അപ്പോൾ എന്താവും? ഈ പറയുന്ന പെന്റോ ഷുഗർ ഈ സൈഡിലേക്ക് വരുമ്പോൾ നേരെ തല തിരിഞ്ഞിരുന്നാലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ബേസിനെ എക്സ്പോസ് ചെയ്ത് കാണുള്ളൂ. അപ്പോൾ ഈ ബേസിനെ എക്സ്പോസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോഴാണ് ഈ അഡിനിനും തൈമിനും അടുത്തടുത്ത് വരിക. അഡിനിനും തൈമിനും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഡൈഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റം, ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് കാർബണാറ്റം, ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റം, ഇതാണ് സെക്കൻഡ് കാർബണാറ്റം, തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് കാർബണാറ്റം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താ? ഈ തേർഡ് കാർബണാറ്റത്തിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. സോ ദിസ് ഈസ് 3 പ്രൈം എൻഡ് അല്ലേ? അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് നോക്കിയേ, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വിൽ ബി എക്സ്പോസ്ഡ് ഹിയർ. ദാറ്റ് ഈസ് ദ 5 പ്രൈം എൻഡ് ഇൻ ദിസ് സ്ട്രാൻഡ്. അങ്ങനെയാണ് 5 പ്രൈം 3 പ്രൈം ഡയറക്ഷൻ ആന്റി പാരലാലിറ്റി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഓരോന്നും ഈ ഓരോ ഹെലിക്കൽ ടേണിലും 10 ബേസ് പെയർസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബേസ് പെയർസ് അഡിനിൻ വിൽ ബി പെയർഡ് വിത്ത് തൈമിൻ, ഗ്വാനിൻ വിൽ ബി പെയർഡ് വിത്ത് സൈറ്റോസിൻ, വാട്ട് എവർ ഇറ്റ് മേ ബി. 1 പ്യൂരിൻ വിൽ ബി പെയർഡ് വിത്ത് പിരിമിഡിൻ. ഓക്കെ, പ്യൂരിൻ പിരിമിഡിനുമായിട്ട് പെയർ ചെയ്യുമ്പോൾ അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ് യൂസ് ചെയ്യുക. ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ബേസ് പെയറിംഗ് കൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഡയമീറ്റർ ഓൾവേസ് ഇറ്റ് വിൽ ബി യൂണിഫോം. കാരണം എന്താ? എപ്പോഴും 3 റിങ്സ് ആണ് ഇതിൻ്റെ ഇടയിൽ വരിക, 2 സ്ട്രാൻഡിൻ്റെ ഇടയിൽ വരിക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ആണ് കേട്ടോ. അതിൻ്റെ ഡയമീറ്റർ വന്നിട്ട് 2 നാനോമീറ്റർ ആണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈമിന് പകരം യുറാസിലായിരിക്കും RNAയുടെ കേസിൽ. അതുപോലെ ബേസ് പെയറിംഗ് സാധാരണ അതിൻ്റെ ഇടയിൽ കാണാറില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് ബോൺ നോക്കുമ്പോൾ ഷുഗർ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ ഫോസ്ഫേറ്റ്. ഈ ഷുഗറും ഫോസ്ഫേറ്റുമാണ് ഇതിൻ്റെ ബാക്ക് ബോണിലായിട്ട് കാണുന്നത്. ബാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ടാണ് നിൽക്കുക. ഓക്കെ, ഇനി അഡിനിൻ ആൻഡ് ഗ്വാനിൻ എത്രയുണ്ടോ, അഡിനിൻ പ്ലസ് ഗ്വാനിൻ എത്രയുണ്ടോ അത്രയും തന്നെയായിരിക്കും തൈമിൻ പ്ലസ് സൈറ്റോസിൻ. സോ ഇറ്റ് വിൽ ബി 1 ഓൾവേസ്. സോ അഡിനിൻ ഗ്വാനിൻ ആൻഡ് തൈമിൻ സൈറ്റോസിൻ റേഷ്യോ വിൽ ബി 1 ഓൾവേസ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ചാർഗോവ്സ് റൂൾ. അത് നമ്മൾ ചാർഗോവ്സ് റൂൾ എന്നാണ് പറയാം. ഓക്കെ, ഇനി അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ റേഷ്യോ, അതായത് പല ഓർഗാനിസത്തിലും അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ റേഷ്യോ വ്യത്യാസം ഉണ്ടാകും. സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ റേഷ്യോ ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. സോ ഹിയർ വി ക്യാൻ സേ ഇൻ ദ കേസ് ഓഫ് ബാക്ടീരിയ ലൈക്ക് എസ്ക്രീഷ്യ കൊളൈ, ഓരോ സാധാരണ ചോദിക്കാറുള്ള 2 ഓർഗാനിസത്തിൻ്റെ ഞാൻ പറഞ്ഞുതരാം. എസ്ക്രീഷ്യ കൊളയിൽ A+T ഡിവൈഡഡ് ബൈ G+C ഈസ് ഈക്വൽ ടു 0.93 ആണ്. അതായത് A+T G+Cയിലേക്കാൾ കുറവായിരിക്കും എസ്ക്രീഷ്യ കൊളയിൽ. അതുപോലെ ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ A+T ഡിവൈഡഡ് ബൈ G+C ഈസ് ഈക്വൽ ടു 1.55 ആണ്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൽ AT ബേസ് പെയർ GC ബേസ് പെയറിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഓരോ ഹെലിക്കൽ ടേണിലും എത്ര ബേസ് പെയർസാണ് പറഞ്ഞത്? 10 ബേസ് പെയർസ് ആണ് പറഞ്ഞല്ലേ. ഓരോ ഹെലിക്കൽ ടേണിൻ്റെയും ലെങ്ത് വന്നിട്ട് ഓരോ ഹെലിക്കൽ ടേണിൻ്റെയും ലെങ്ത് വന്നിട്ട് 34 ആങ്സ്ട്രം ആണ് കേട്ടോ. 34 ആങ്സ്ട്രം ആണ്. 10 ബേസ് പെയർ വരുമ്പോഴത്തേക്കും അത് 360 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഓരോ ബേസ് പെയറും 36 ഡിഗ്രി ടിൽറ്റഡ് ആയിട്ടായിരിക്കും കാണുക. 36 ഡിഗ്രി ടിൽറ്റഡ് ആയിട്ടായിരിക്കും കാണുക. ഓരോ ബേസ് പെയറിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3.4 ആങ്സ്ട്രം ആണ്. ഓരോ ബേസ് പെയറിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3.4 ആങ്സ്ട്രം ആണ്. ഓക്കെ, സോ ഹിയർ
we can see the DNA structure, it will be double helical structure, but in the case of RNA it will be single stranded structure. RNA കേസിൽ ഈ പറയുന്ന ബേസ് പെയറിംഗ് സാധാരണ നടക്കാറില്ല. നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ അഡിനിനും യുറാസിലും ഒക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അഡിനിൻ ക്യാൻ ബി പെയർ വിത്ത് യുറാസിൽ. ആ സമയത്ത് അത് 2 ഹൈഡ്രജൻ ബോൺസ് വെച്ചായിരിക്കും അതിനെ പെയർ ചെയ്യുക. ഗ്വാനിനും സൈറ്റോസിനും അടുത്ത് വന്ന് ഗ്വാനിൻ സൈറ്റോസിൻ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ നമുക്ക് കാണാൻ കഴിയും GC കണ്ടന്റ് കൂടുതലുള്ള DNA മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. കാരണം അതിന് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് അതിനെ അത് ജോയിൻ ചെയ്തിട്ടുള്ളത്. AT കണ്ടന്റ് കൂടുതലുള്ള DNA മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് DNA. അതേപോലെ ബോൺസും അതിൻ്റെ ഇടയിൽ കാണുന്ന ബോൺസും നമ്മൾ പറഞ്ഞു. ഒന്നും കൂടി ഞാൻ ആ ബോണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ബേസ് പെയർസിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ബേസ് ഗ്ലൂക്കോസുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ ദ കേസ് ഓഫ് pyrimidine and sugar molecule, pentose sugar, it will be 1,1 glycosidic linkage ആയിരിക്കും. Purine and sugar it will be 1,9 glycosidic linkage ആയിരിക്കും. കാരണം pyrimidine കേസിലെ ഫസ്റ്റ് കാർബണാറ്റും pentose sugarന്റെ ഫസ്റ്റ് കാർബണാറ്റം ആയിട്ടായിരിക്കും ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാക്കുക. പ്യൂരിൻ്റെ കേസിൽ പ്യൂരിൻ്റെ 9ാമത്തെ കാർബണാറ്റവും അതുപോലെ തന്നെ പെൻഡോസിൻ്റെ ഫസ്റ്റ് കാർബണാറ്റായിട്ട്, അതായത് 1,9 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിരിക്കും ഉണ്ടാക്കുക. അതേപോലെ 5ാമത്തെ കാർബൺ, ഈ പെൻറ്റോസ് ഷുഗറിൻ്റെ 5ാമത്തെ കാർബണിലാണ് ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുക. സോ ഹിയർ വി ക്യാൻ സേ ദിസ് ഫോസ്ഫോറിക് ആസിഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് അൻ എസ്റ്റർ ബോണ്ട് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അതുപോലെ 2 ന്യൂക്ലിയോടൈഡ് തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കും, ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കും. സോ ഹിയർ വി ക്യാൻ സേ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ 2 ന്യൂക്ലിയോടൈഡ്സ്. 2 ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ഫോസ്ഫേറ്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. അതേപോലെ തന്നെ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് പെൻറ്റോസ് ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസിന്റെ ഇടയിലുള്ളത്. അതുപോലെ 2 നൈട്രജൻ ബേസിന്റെ ഇടയിൽ കാണുന്നത് ഹൈഡ്രജൻ ബോണ്ട്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോണ്ട്സ് പ്രസന്റ് ഇൻ എ polymer. Okay.